ഉപ്പാക്ക് കുറച്ചും കൂടെ ചോറ് വിളമ്പട്ടെ? മതി മതി, അന്റെ ഉമ്മാക്ക് വിളമ്പി കൊടുക്ക്. എത്ര അങ്ങോട്ട് കൊടുത്താലും മതിന്നൊരു വാക്ക് ഓക്കറിയില്ല. ഓ, എന്നിട്ട് നിങ്ങൾ തിന്നാൻ തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് ഇല്ലേ? അൻവറിന് അറിഞ്ഞുകൂടാത്തോണ്ടാ. ഞായറാഴ്ച ദിവസം 4 കല്യാണത്തിന് പോയി വന്നിട്ട് പോരേന്ന് വെള്ളച്ചോറ് കഴിക്കുന്ന ആളാ അന്റെ ഈ മാമ. ഉപ്പാക്ക് കുറച്ചും കൂടി ചോറിട്ട് കൊടുക്കും മുനീറ. മതി മതി, ഇവള് പറഞ്ഞ പോലെ ഇനി പൊരേ പോയിട്ട് വെള്ളച്ചോറ് വെച്ചേണ്ടതാ. അല്ല, ആമിനമ്മയ്ക്കും കൂടി ഇവിടെ ഇരുന്ന് വന്ന് വെച്ചൂടെ? നിങ്ങള് ബയിച്ചോളി, ഞാൻ പിന്നെ ബയിച്ചോളാം. എന്താണ്ടി എന്റെ അമ്മായിമ്മയ്ക്ക് ഒരു തെളിച്ചില്ലാത്തത്? അതിപ്പോ കൊറേ ആയിട്ട് അങ്ങനെ തന്നെയാ. ഓലെ തെളിച്ചൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ ചോറ് കഴിക്കി. തിന്നണ നേരത്ത് അടുത്തിരിക്കണോലും കൂടി ഞാൻ നോക്കല്ല. പിന്നിണ്ടോ ആമിനുമ്മാന്റെ മോത്ത തെളിച്ചോ? നോക്കാനാ? ഈ എന്താ പുറത്തേക്കണത്? മാപ്പിളേനെ കാത്തേക്കേണ്ട കാലമൊക്കെ കഴിഞ്ഞില്ലേ? ഞമ്മളിപ്പോ പുറത്തന്നെയല്ലേ. നിങ്ങൾ അങ്ങോട്ട് ഇപ്പൊ പോണ്ട. അവിടെ ഇപ്പൊ തക്കാരം നടക്കുക. നമ്മടെ മോന്റെ അമ്മോസനും അമ്മായിയമ്മ ഇളയച്ചി ഒക്കെ ഉണ്ട്. അതിനെന്തേ? നമ്മടെ മോൻ പറഞ്ഞിട്ടില്ലേ ഓരോ കാര്യങ്ങളും നമ്മൾ ചൊറിയാൻ ചെല്ലരുതെന്ന്. എന്നുവെച്ചിട്ട് ഞമ്മടെ പുരയിൽ ആരെങ്കിലും വന്നാ അതിന്റെ മര്യാദ നമ്മള് കാണിക്കല്ലേ? അതിപ്പോ ജിയമുണ്ടാകാതെ നിക്ക്. മോമാക്ക വന്നോ? ഞാൻ പിന്നെ കജ്ജയ്ക്ക് വന്നിരിക്കും. എന്റെ ഉപ്പാക്ക് പിന്നെ തിന്നണ്ട കാര്യത്തിൽ തെളിച്ച കുറവൊന്നുമില്ലല്ലോ. ഓല മൂത്തേ തെളിച്ചുള്ളൂ, ഉള്ളില് ദേഷ്യം തന്നെയാ. ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ എന്തിനാ നോക്കണേ? നമുക്ക് ചോറ് വെച്ചാ പോരെ. അല്ല, ഇജ്ജ് നിർത്തിയോ? അതെന്ത് പരിപാടിയാടോ? ഓനങ്ങനെയാ, കുറച്ചേ തിന്നു. ഹേയ്, എന്റെ മോനൊക്കെ അറിഞ്ഞൂടെ? ഓ നല്ലോണം തിന്നണ കൂട്ടത്തിലാ. ഇത് പിന്നെ മോളെ, ഈ മാമാക്ക് വിളമ്പി കൊടുക്കൂ. ഇങ്ങടാന്നടാ, വാപ്പ വിളമ്പിക്കോളാം. അതെ, ഞങ്ങളിപ്പോ വന്നതേ അൻവറും മുനീറും ദുബായിക്ക് പോണതിന് മുമ്പ് ഒരു 10 ദിവസം ഞങ്ങളെ കൂടെ വന്നിക്കണമെന്ന് പറയാനാ. മുനീറി ദുബായിക്ക് പോകണ്ട. ഓളുടെ ആദ്യത്തെ പ്രസവല്ലേ, അത് ഇവിടെ ശരിയാവൂല. അജ്ജമ്മ മുനീറാനെ പറ്റത് ദുബായിലല്ലല്ലോ, നാട്ടിൽ നിന്നല്ലേ. എന്നിട്ട് വല്ല കുഴപ്പമുണ്ടായോ? ഇതല്ല ആമിനുമ്മ, അവിടെയാവുമ്പോ എന്തിനും ഏതിനും ഓളെ മാപ്പിളുണ്ടാവല്ലോ കൂടെ. അതിനൊക്കെ ഒരു ധൈര്യല്ലേ. പിന്നെ ഇവിടെ നോക്കാനും ശുശ്രൂഷിക്കാനാണെങ്കിൽ ഓളുടെ ഉമ്മാനെ കൊണ്ട് ബൈക്കുമില്ല. എപ്പോഴും ആസ്പത്രി വീട് എന്ന് പറഞ്ഞ് ഒരു 100 കൂട്ടം സൂക്കടകളാവക്കപ്പോഴും. അതിനെന്താ, ഒരു പേറ്റിച്ചേന് നിർത്തിയ പോരെ? അല്ലെങ്കിൽ ഞാൻ തന്നെ നോക്കിക്കോളാം. നിങ്ങളുടെ നോട്ടത്തിന്റെ കൂട്ടൊക്കെ ഞാൻ അറിഞ്ഞു. അതെന്താ അജ്ജമ്മ അങ്ങനെ ഒരു വർത്താനം പറഞ്ഞത്? നിങ്ങളുടെ മോളെ ഞാൻ എന്ത് കാട്ടിന്നാ പറയ്. ആമിനുട്ടി, ഈ ഒന്നും ഉണ്ടായിരുന്ന? അത് ഇങ്ങടെ വർത്താനത്തിന് സമാധാനം പറയും എനിക്ക് പറ്റൂല. എന്താച്ചാ, ഞങ്ങൾ നിങ്ങളെ പോലെ തരക്കാരല്ല. നിങ്ങള് മുന്തിയ തരക്കാരായിരിക്കും. അതുകൊണ്ടാണല്ലോ മോളിലെ കന്നിപ്പേറിന്റെ ചെലവ് തടിയുമ്പോ പിടിക്കാണ്ടിരിക്കാൻ എന്റെ മോന്റെ കൂടെ അയക്കുന്നത്. ഈ വക കാര്യങ്ങളിലൊന്നും ഇടപെടാൻ വരരുത് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാ. എന്റെ മാനാണ് പോലും, എന്റെ മാനോട് സ്നേഹമുള്ള ഒരു ഉപ്പയും ഉമ്മയും. ഈ ഒരു നക്കാപിച്ച വർത്താനം നിങ്ങൾ എന്നോട് പറയാൻ പാടില്ല. എന്റെ മക്കൾ 8 മൂടാനുള്ള സ്വത്ത് നിൽക്കുന്നു. ഇവളുടെ കന്നിപ്പേറല്ല, ഇനിയിപ്പൊ ഈ ആമിനുമ്മ 25 പേര് വിട്ടാലും അതിന്റെ ചെലവ് നടത്താനുള്ള കായ് ഇന്ത്യയിലുണ്ട്. കേട്ടില്ലേ എന്റെ മോന്റെ ഭാര്യ വീട്ടുകാരുടെ മര്യാദ? കുടുംബത്തിൽ കയറി വന്ന് ഉമ്മാന് തോന്നിയാസം പറഞ്ഞിട്ടും മുണ്ടാണ്ടിരിക്കണ മോനും പാപ്പയും. ഓനെങ്ങനെയാ മുണ്ടുക? ഓനിക്കറിയാം ഇങ്ങനെ വായലാവ് ശരിയില്ലാന്ന്. എന്റെ വായിലാവ് നിങ്ങൾ ശരിക്കും കേട്ടിട്ടില്ല. അതെന്നെ കൊണ്ട് നിങ്ങൾ എടുപ്പിക്കരുത്. അതും പാടെ നിങ്ങളാണ്ട് എടുത്തോളി. എന്നാ തീരുന്നു എന്റെ മരുവന്റെ വീട്ടുകാരെ തക്കാരോ. നിങ്ങളൊന്നും ഉണ്ടായിരുന്നാണി. ആമിനുട്ടി, ഈ അപ്പുറത്തേക്ക് വെക്ക. നിങ്ങളെ ആ മുമ്പിൽ തന്നിട്ട് നീറ്റാണി. പറഞ്ഞത് കേട്ടില്ലേ? തന്നത് നക്കിയിട്ട് പൊയ്ക്കാളെ. ഉപ്പ നിങ്ങളിരിക്കേ. ഉമ്മ വേണ്ടെന്ന് പറയേ.
ഇതൊരുമാതിരി വിളിച്ചു വരുത്തി നാണം കെടുത്തി ഏർപ്പാടായി പോയി. നീക്കിടെ അവിടുന്ന്. അല്ല ഞാനതൊന്നും വിചാരിച്ചിട്ട് വാപ്പ കയ്യേ പോയി കാണേ. ഈ നാണം കെട്ട ചോറിന് വാപ്പ തിന്നണ്ട. നടക്കടി അങ്ങോട്ട്, നടക്ക്. ഉപ്പാനും ഉമ്മാനും പിച്ചക്കാരെ പോലെ ആട്ടി പറഞ്ഞപ്പോ തൃപ്തിയായില്ലേ നിങ്ങക്ക്? തിന്നേ, എല്ലാരും ആട്ടിപ്പായിച്ചിട്ട് രണ്ടാളും ഒറ്റയ്ക്ക് ഇരുന്ന് തിന്ന്. നോക്കിക്കോളി, അധിക കാലൊന്നും ഇങ്ങനെ മൂപ്പോരി തിന്നൂല. മുനീറ, ഈ ഒന്ന് കരയാതിരിക്കെ. അന്റെ ഇപ്പോഴത്തെ അവസ്ഥ എനിക്കറിയാലോ. ഈ സമയത്ത് മനസ്സ് വേദനിക്കുന്നത് പോലും വയറ്റി കിടക്കണ കുട്ടിക്ക് അതിനെ വേദനിപ്പിക്കാൻ വേണ്ടി ഒരുമ്പെട്ട് ഇറങ്ങിയിരിക്കല്ലേ നിങ്ങൾ ഉപ്പയമ്മേ. വയറ്റി കിടക്കുന്ന കുട്ടി അങ്ങോട്ട് മയ്യത്തായിക്കോട്ടെ, എന്നാലും അവൾക്ക് സമാധാനം കിട്ടുമല്ലോ. മുനീറ, അങ്ങനെയൊന്നും പറയാനേ. തള്ളന്റെ ഇടയില് അന്ന് സങ്കടപ്പെടുത്താൻ ഞാൻ നിർത്തൂല. ഈ ഒറ്റ ഒരുത്തിയാ ഓരോന്ന് പറഞ്ഞ് കുഴപ്പമുണ്ടാക്കണം. എന്റെ നശിച്ച നാപ്പെന്ന് അങ്ങനെ വാക്കും വന്നു. ഇതൊക്കെ വരുത്തി വെച്ചിട്ട് ഈ കൂമനെ കുറെ കുത്തിരിക്കുക. ഈ ഒറ്റ ഒരുത്തിയാ ഇതിനൊക്കെ കാരണം. എനിക്കറിയാം തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾ പറയുമ്പോഴും ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്കറിയാന്ന്. ഇവിടെ മാൻ എന്തെങ്ങനെ മാറിപ്പോയത്? മനസ്സ് പിടികിട്ടാത്ത മക്കളെ ആമനുട്ടി ഇന്നത്തേത്. ഒരു കോരതായുള്ള ശരികളുണ്ട്. നമ്മൾ പറയണതൊക്കെ തെറ്റാന്ന് തോന്നുന്ന ശരികൾ. തോറ്റു കൊടുക്കാൻ എപ്പോഴും നല്ലത് നമ്മളാ. വാ, നമുക്ക് നമ്മുടെ മക്കളോട് മാപ്പ് പറയാം. കരയല്ലേ മുനീറ, ഒരു 10-20 ദിവസല്ലേ. അത് കഴിഞ്ഞ ഈ നശിച്ചേറ്റന്റെ ഇടയിൽ നമ്മൾ പോകൂലേ. അൻവറുട്ടിയെ, അൻവറുട്ടിയെ, എന്താ ഇവിടെയും സ്വസ്ഥത കെടുത്താൻ വേണ്ടി വന്നതാ? ഇനി മതിയായില്ല എങ്ങക്ക്? ഇല്ല വെച്ചായിട്ട് പോരേം. ദാ ഈ നിക്കണത് എന്റെ പെണ്ണ്. ഓളെ കൊന്നാളി, ഒപ്പം ഓളെ വയറ്റി കിടക്കണ എന്റെ കുട്ടീനി. മാനെ, പാക്കും ഉമ്മാക്കൊരു അബദ്ധം പറ്റിയതാ. ഇനി ഒരിക്കലും മിണ്ടരുത് നിങ്ങള്. എന്നും കരുതി കൂട്ടി ചെയ്യണേന് അബദ്ധം നല്ല പറയാ. ഇന്റെ പെണ്ണ് ഇവിടെ വന്ന് കേറി അന്ന് തുടങ്ങിയതല്ലേ നിങ്ങളെ ഈ അബദ്ധം. മാനെ, ഇനി അങ്ങനെ വിളിക്കണ്ട. പിറക്കാനിരിക്കണ എന്റെ കുട്ടിനെ പോലും ദ്രോഹിക്കാൻ നടക്കണ നിങ്ങളൊന്നും എനിക്ക് ഉമ്മി ഉപ്പിയല്ല. ഓരോടിക്ക ദേഷ്യപ്പെടണ്ട, ഞാൻ ഇവിടുന്ന് ഇറങ്ങി തന്നോളാം. ഞങ്ങളെ കൺമുമ്പിൽ നിങ്ങളെ കണ്ടുപോകരുത്. ഇറങ്ങണത് ഒന്നുകിൽ ഞങ്ങള്, അല്ലെങ്കിൽ അൻവറുട്ടിയെ. എന്താ അവനുട്ടി? ഇറങ്ങാം. അങ്ങനെ അമ്മ അവിടെ നിന്ന് ഇറങ്ങിയ ഞങ്ങള് മാസങ്ങളോളം പല ദിക്കിലായി അലഞ്ഞു നടന്നു. എവിടെയോ വിഷത്ത് തടന്നു വീണ ഞങ്ങളെ ഇവിടെ എത്തിച്ചത് ആരാടെന്ന് പോലും ഞങ്ങൾക്കറിയില്ല. ആമിനുട്ടിയെ, ഈ കരിയ ആമിനുമ്മക്ക് അറിയൊന്നും വേണ്ട. ഇതിലപ്പുറം അനുഭവിച്ചിട്ടുള്ളവരാ ഇവിടെയുള്ളവര്. മോന്റെ വൈഫിനെ കേറി പിടിച്ചു എന്നും പറഞ്ഞാ ഞാൻ വീട്ടിൽ നിന്ന് ഔട്ടായത്. മോളെപ്പോലെ കാണുന്ന മരുവളെ ആരെങ്കിലും
നോൺസെൻസ്. അല്ലാ, ഇങ്ങള് പിന്നെയും വന്ന അതെ, പത്രത്തിലെ ചരമകളൊക്കെ ഞാൻ ദിവസേന നോക്കാറുണ്ട് കേട്ടാ. ഞാനും ഹൈവേ റോട്ടിൽ കൂടിയൊക്കെ ഒന്ന് ഇറങ്ങി നടന്നുകൂടെ? എന്തുമാത്രം വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പായണം. അതിന് ഭാഗ്യമുണ്ടെങ്കിൽ ഒന്നിന്റെ അടിയിൽ പോകാം. എടവപ്പാതി പറക്കാറായി തോന്നുന്നു. ഇടിവെട്ടൊക്കെ തുടങ്ങിയിട്ടുമുണ്ട്. പ്രത്യേകിച്ച് അത് ഈ ഗേറ്റിൽ ഇറങ്ങി വെട്ടും ചെയ്യും. ബാപ്പ സിനിമക്കോണ് അങ്ങാടി പോയി ചായ കുടിക്കണ്. ഇതൊക്കെ എന്റെ മോൻ എന്നെ പുറത്താക്കാൻ കണ്ട കുറ്റം. അല്ല, പറയാൻ പറ്റൂല. ചെലപ്പോ അതൊരു കുറ്റം തന്നെ അയിക്കാരം. അരേ മുഹമ്മദ് ബായ്, നിങ്ങളെ കാണാൻ നിങ്ങളുടെ മരണമില്ലാത്ത കാര്യസ്ഥം വന്നിരിക്കുന്നു. അൻവറിന്റെയും മുനീറാന്റെയും കാര്യങ്ങളും വിട്ടാളി. പക്ഷെ ആ കുട്ടിക്ക് അത്ര പൂതിങ്ങളെ കാണാൻ. മക്കളോടുള്ള വിരോധം നമ്മൾ പേരക്കുട്ടികളോട് കാണിക്കണോ? പേരക്കുട്ടിയോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു മകൻ ഉണ്ടെങ്കിലല്ലേ അവക്കെ പേരക്കുട്ടി ഉണ്ടാവൂ. ഞങ്ങൾക്ക് ഇന്നൊരു പേരക്കുട്ടിയുണ്ട്. അതാ അതാ ഞങ്ങളുടെ പേരക്കുട്ടി. അബൂബക്കർ പോയി പറഞ്ഞോ, ഞങ്ങൾക്ക് ഇവിടെ വിട്ടൊരു ജീവിതമില്ല, മൂടുകുട്ടിയില്ലാതെ ഒരു പേരക്കുട്ടിയില്ല. അബൂബക്കറെ, ഓ, അൻവറിന്റെ കുട്ടി കാണാൻ എങ്ങനെയാ? ഓനെ പോലെ? എല്ലാരും പറയണത് ആമിന തന്നെ ചായയാണെന്നാ. അതിലിപ്പെന്തേ? ഒന്നുമില്ല, അറിയാൻ വേണ്ടി ചോദിച്ചതാ. അബൂബക്കർ പൊയ്ക്കോ. ഒന്നുമില്ല, ഞാൻ വെറുതെ നമ്മുടെ പേരക്കുട്ടി മോളുട്ടി തന്നെയാ. അങ്ങനെ ഒരു കുട്ടി അവിടെ ഉണ്ടെങ്കിൽ അതിനെ പേരക്കുട്ടിനെ പോലെ തന്നെ പറയാൻ പറ്റുമോ? അല്ലാതെ ശരിക്കും പേരക്കുട്ടിയൊന്നുമല്ല. അവരുടെ രക്തത്തിൽ പിറന്ന അവരുടെ പേരക്കുട്ടി ഇന്റെ ഈ ഷാനിമോളാ. ഇവള് ചെന്ന് വിളിച്ചാ വരൂലെന്ന് പറയാൻ അവർക്ക് പറ്റുമോ? അവോക്കർക്ക ഇതിനൊന്ന് കാണാൻ പോലും തയ്യാറല്ലെന്നല്ലേ അവര് പറഞ്ഞത്. പിന്നെന്താക്കാനാ? അങ്ങനെ വാശി പിടിച്ച് ഒളിപ്പിച്ചു വെക്കാനൊന്നും പറ്റൂല. നിയമപരമായിട്ട് നോക്കിയാ കാണിച്ചു തരൂലെന്ന് പറയാൻ ശരണാലയത്തിന്റെ നടത്തിപ്പുകാർക്ക് പറ്റൂല. അബൂബക്കർക്ക, എനിക്ക് ആ ശരണാലയം സൂപ്രണ്ടിന്റെ നമ്പർ ഒന്നുകൂടി തരണം. എന്തിനേനു? എന്റെ ഉപ്പാനെയും ഉമ്മാനെയും കൂട്ടിക്കൊണ്ടുവരാൻ എപ്പോഴാ ചെല്ലേണ്ടതെന്ന് ചോദിക്കാൻ. നാരങ്ങപ്പാല് ചൂട്ടക്ക് രണ്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഓടി വരുന്ന കടലപ്പിടിച്ചേ. എന്നാ മോൾട്ടിയെ ഓഫീസിൽ സൂപ്പറിനുണ്ട്. ഇങ്ങനെ ഒച്ചും പുളിയൊന്നും ഉണ്ടാക്കല്ല, മെല്ലെ പാട്. പൂക്കൾ മഞ്ഞ ഇലകൾ പച്ച പൂച്ചക്ക് രണ്ട് കള്ളനപ്പൂച്ചേ. നിർത്ത്. നമുക്ക് ഈ കള്ളനെ പിടിച്ചു പറഞ്ഞതിന് പകരം അബ്ദുൾ റഹ്മാനെ പിടിച്ചു എന്ന് പറഞ്ഞാ പോരെ? ഞാൻ കളവ് നിർത്തിയതാ. നാരങ്ങപ്പാല് ചൂട്ടക്ക് രണ്ട് ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ ഓടി വരുന്ന ഉമ്മാനെ പിടിച്ച്. കർത്താവേ, ഈ പ്രാവശ്യവും നമ്മളായോ അബ്ദുൾ റഹ്മാൻ? നിങ്ങളൊന്നും മനസ്സിന് നന്നാവിന് സംഭവിക്കണമെന്നുണ്ടോ? മതി കളിച്ചത്. കളിച്ച് കപ്പ് വാങ്ങിയാൽ മാത്രം പോരാ, വല്ലപ്പോഴും അടുക്കളയിൽ വന്ന് വല്ല പണിയും ചെയ്യണം. അതെ, ഈ കള്ളനപ്പിടുത്ത കളിയിൽ വേണമെങ്കിൽ ഞാനും കൂടാ. ഒന്നുമില്ലെങ്കിൽ ഞാനൊരു ജവാനല്ലേ. താൽക്കാലിക്ക് അവിടെ ഗേറ്റിന്റെ അയ്യഞ്ച് അവിടെ കുത്തിരുന്നാ മതി. ഇത് കുട്ടിക്കളി കുട്ടിക്കളിയായിരുന്നു, എനിക്കറിയാൻ പാടില്ലായിരുന്നു. എന്നാ പിന്നെ നിങ്ങൾ കളിച്ചോ. മുഹമ്മദ് കാ,
എന്താ ടീച്ചറെ? മുഹമ്മദ് ഖാനെ ആമിൻതാത്തിനെ സൂപ്രണ്ട് വിളിക്കണുണ്ട്. അമ്മ ഒച്ച ഉണ്ടാക്കിയതിന് ചീത്ത അറിയാനൊക്കെയാവൂ. മുഹമ്മദ് ഖാന്റെ മകനും ഭാര്യയും പേരക്കുട്ടിയും നാളെ ഇവിടെ വരും. ചിലപ്പോ അവരവരുടെ കൂടെ പോയിന്നും വരും. നാളെ നിങ്ങളുടെയൊക്കെ മക്കളും നല്ല ബുദ്ധി തോന്നി തിരിച്ചു വരാൻ നിങ്ങളും പ്രാർത്ഥിക്കും. ആയിക്കോട്ടെ. കാണണ്ട എന്ന് പറയുന്ന ഭാഷയിൽ ഒരു കഴമ്പില്ലെന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം അവർ നിങ്ങളുടെ മക്കളല്ലേ. അവരോട് പൊറുക്കാൻ മാതാപിതാക്കളായ നിങ്ങൾക്ക് കഴിയണ്ടേ? ഞങ്ങൾ അവരെ വെറുത്തിട്ടുണ്ടെങ്കിലല്ലേ പൊറുക്കേണ്ടതുള്ളൂ. പക്ഷേ അവരുടെ ജീവിതത്തിലേക്ക് ഇനി വീണ്ടും അതൊക്കെ വഴിയെ തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ലേ. ആദ്യമായിട്ട് അവര് നിങ്ങളെ വന്നൊന്ന് കാണട്ടെ. വല്യുപ്പയെയും വല്യമ്മയും കാണാൻ കൊതിയുള്ള നിങ്ങളെ പേരക്കുട്ടിയെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. സ്വന്തം മാതാപിതാക്കളെ പോലും മക്കൾ മറക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു പേരക്കിടാവ് തന്റെ ജന്മത്തിന്റെ ആദ്യ വേരുകൾ ഏതെന്ന് അന്വേഷിക്കുക. ആ കുട്ടിയെ നിരാശപ്പെടുത്താമോ മുഹമ്മദ്? പറ്റൂ ആമിന? അതൊന്നും ഞങ്ങൾക്കറിയില്ല സൂപ്രണ്ടെ. എന്തായാലും ഞങ്ങൾക്കിനി ഇനി നിങ്ങൾ എന്ത് തീരുമാനിച്ചാലും അവരുടെ റിക്വസ്റ്റ് തള്ളിക്കളയാൻ നിയമപരമായി ഈ ശരണാലയത്തിന് അധികാരമില്ല. അതുകൊണ്ട് നാളെ രാവിലെ ഞാൻ അവരോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ഉപ്പ, വെല്ലിപ്പാക്കും വെല്ലിമാക്കും ഷാനിമോളെ ഇഷ്ടാവോ? പിന്നെ ഉപ്പാന്റെ മുത്തിന് ആർക്കാ ഇഷ്ടാവാതിരിക്കുക? ഷാനിമോള് വിളിച്ചാ നാളെ വെല്ലിപ്പയും വെല്ലിമ്മയും വരുമോ? ദുബായിക്ക് വരുമോ? നമ്മൾ ഇനി ഇവിടുന്ന് എങ്ങോട്ടും പോകുന്നില്ല. ഷാനിമോളെ വെല്ലിപ്പാന്റെയും വെല്ലിമാന്റെയും കൂടെ നമ്മൾ ഇനി ഈ വീട്ടിൽ കിടക്കണില്ലേ? നാളെ കാലത്ത് പോണ്ടല്ലേ? ഉറക്കം വരുന്നില്ല ഉമ്മ. നാളെ ഒരു വരൂല്ലേ വല്യപ്പ? ആ വരൂത്രേ. ഓരുടെ കുട്ടിയും വരൂലേ വല്യമ്മ? അത്രേ. എന്താ എന്താ ഇപ്പൊ വല്യപ്പാന്റെ കുട്ടിക്ക്? വല്യപ്പ, വല്യപ്പയും വല്യമ്മയും മോളുട്ടീനെ വിട്ടു പോകുവോ? എവിടേക്ക് പോവാൻ? ഞങ്ങളുടെ മോളുട്ടിനെ വിട്ട് ഞങ്ങൾ എവിടേക്ക് പോവാൻ? ഇല്ല അമ്മനുട്ടി. അതെ, അങ്ങനെ പോവാണെങ്കിൽ അത് മയ്യത്തായി പോവില്ല. അത് കേറിക്കോ. റൈറ്റ്. ഓമയ്ക്കാനെ ആമിനുമ്മാനെ കൊണ്ടുപോകാൻ വേണ്ടി വന്ന വണ്ടിയാ.
വല്ലിപ്പാന്റെ വല്യമാന്റെ വീട്? എന്നിട്ട് എവിടെ വല്ലിപ്പയും വല്യമ്മയും? കാണാം. മുനീറ, ഞാൻ വണ്ടിയിൽ ഇരുന്നോളാം. എന്നെ കണ്ടാ ചെലപ്പോ. ഈ ഇറങ്ങ്. ഓർമ്മക്കാനി ആമിൻ താത്താനി കൊണ്ടുപോകാണല്ലേ? കൊണ്ടുപോകാണ്ടിരുന്നൂടെ? വരൂ, സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് ഇരിക്കാം. എന്താ ഉപ്പ വല്യമാനും വല്യപ്പാനും കാണാത്ത? ഉപ്പനെ പറ്റിക്കാ? വല്ലിപ്പയും വല്യമ്മയും വരുമായിരിക്കും. ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത വാശിയ നിങ്ങൾ ഈ കാണിക്കുന്നത്. അവരെത്ര നേരായി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് നോക്കണം. മകനും പേരക്കുട്ടിയാണെന്ന് കൂട്ടണ്ട, അവരും മനുഷ്യരാണെന്ന പരിഗണനയെങ്കിലും ഇവർക്ക് കാണിച്ചൂടെ? ഞങ്ങൾക്ക് പേടിയാ സൂപ്രണ്ടേ, ഓലെ കാണാൻ ഞങ്ങൾക്ക് പേടിയാ. എന്താ മുഹമ്മദ് അത്? ഓലിങ്ങളെ കൊല്ലാൻ വന്നൊന്നുമല്ല. അവര് കൊണ്ടുപോയാലോ ടീച്ചറെ? പിന്നെ ഞങ്ങളെ മോൾട്ടി. അവര് ആവശ്യപ്പെട്ടത് ഒന്ന് കാണണമെന്ന് മാത്രം. അത് സമ്മതിച്ചൂടെ മുഹമ്മദ്? ഷാനിമോളെ, എവിടെ വല്ലിപ്പയും വല്യമ്മയും വന്നോ? ഇല്ല, വല്ലിപ്പയും വല്യമ്മയും വരൂല. കാരണം അത്രയ്ക്കും വലിയ തെറ്റാ ഉപ്പ ഓരോട് ചെയ്തത്. മുനീറ, വാ പോവാം. ഞാൻ വരൂല. വല്ലിപ്പാനും വല്യമാനും കൂടാതെ ഞാൻ വരൂല. കരയല്ലേ മോളെ, കരയാതിരിക്ക്. വാ. മിസ്റ്റർ അൻവർ, കാണണമെന്ന് പറഞ്ഞിട്ട് ഇതെന്തു പോക്കാ? ഉപ്പയും ഉമ്മയും കാണണ്ടേ? നിങ്ങളെ കാണാൻ ഒടുവിൽ അവർ സമ്മതിച്ചു. നൂർജഹാനെ, അവരെ വിളിക്കൂ. ദാ ആ വരുന്നതാ ഷാനിമോളെ വല്ലിപ്പയും വല്യമ്മയും. വല്ലിപ്പാ, വല്ലിപ്പാ. ഉപ്പ കണ്ടു കഴിഞ്ഞില്ലേ? നീ പോയിക്കള. ഉമ്മ പറഞ്ഞ പറയാനുള്ളത് ഈ പോയിക്കാള. വല്ലിപ്പയും വല്യമ്മയും ഷാനിമോളുടെ കൂടെ വരണം. ഞാനവിടെ കളിക്കാൻ പന്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇല്ല മോളെ,
ഇനി ഒരിക്കൽ കൂടി കളിക്കാൻ വല്യാപ്പയ്ക്കാവതില്ല. എൻ്റെ മാളോടൊപ്പം കളിക്കാൻ എൻ്റെ ഒപ്പിണ്ടാവും. പറ്റൂല, വെല്ലിപ്പയും വെല്ലിമ്മയും വരണം. ഉപ്പ ചെയ്ത തെറ്റിനൊക്കെ മാപ്പ് പറഞ്ഞ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ദാ മുനീറയും വന്നിട്ടുണ്ട്. ഓൾക്കും മനസ്താപുണ്ട്. ഇനി അഥവാ അല്ലെങ്കിൽ തന്നെ ഇനി മേലിൽ ഓളെ വാക്ക് കേട്ട് ഞാൻ പ്രവർത്തിക്കൂല. ഞാൻ കാല് പിടിക്കാം. എൻ്റെ പൊന്നും ഉപ്പയും ഉമ്മയും വരണം. വേണ്ട, ഇനി ഞങ്ങൾക്ക് വേണ്ടിയല്ല ജീവിക്കേണ്ടത്. എൻ്റെ പൊന്നുമോൾക്ക് വേണ്ടി ജീവിക്കണം. പണ്ട് അനക്ക് വേണ്ടി ഞങ്ങൾ ജീവിച്ചിരുന്നത് പോലെ. ഉപ്പ, ഇതാപ്പം ഞങ്ങളുടെ വീട്. ഈ കാണുന്നതൊക്കെ ഞങ്ങളുടെ കുടുംബക്കാരാ. ഞങ്ങൾ ഇവിടുന്ന് പോണത് ഇവർക്കൊക്കെ വലിയ വേദനയാണ്. ഇവരെ പിരിയണത് ഞങ്ങൾക്കും. ഇവരെയൊക്കെ കാണാൻ ഞാൻ നിങ്ങളെയും കൊണ്ട് ഇടക്ക് വന്നോളാം. അതിൻ്റെ പേരിൽ നിങ്ങൾ വരാതിരിക്കരുത്. വേണ്ട, നിർബന്ധിക്കണ്ട. ഇവിടെ വിട്ട് ഞങ്ങൾ വരില്ല. മുഹമ്മദ് ആമിനെയും ഇവരോടൊപ്പം പോകണം. ഞാൻ പറഞ്ഞില്ലേ സൂപ്രണ്ടേ, ഇത് അനാഥർക്കും അശരണരുമായവർക്ക് കഴിയാനുള്ള സ്ഥലമാണ്. മുഹമ്മദും ആമിനയും ഇപ്പോൾ അനാഥരല്ല. നിങ്ങളെ സംരക്ഷിക്കാൻ ഇന്ന് കരുത്തനായ ഒരു മകനുണ്ട്. അനാഥരെ സൃഷ്ടിക്കാനല്ല, അനാഥത്വം ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. മുഹമ്മദും ആമിനയും ഇനി ഈ സ്നേഹതീരത്തിന് ഒരനാവശ്യ ഭാരമാണ്. നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ചെലവിടുന്ന പണം കൊണ്ട് അശരണരായ 2 മഹാപാവങ്ങളെ ഈ ശരണാലയത്തിന് സംരക്ഷിക്കാൻ പറ്റും. ഞങ്ങളിവിടെ എന്തേലും പണിയെടുത്ത് കഴിഞ്ഞോളാം, എന്നാലും ഞങ്ങളെ പറഞ്ഞു വിടരുത്. വൃദ്ധരെ പണിയെടുപ്പിച്ച് ചൂഷണം ചെയ്യാനല്ല, അവസാന കാലത്ത് അവർക്ക് സന്തോഷകരമായ ഒരു ജീവിതം നൽകാൻ വേണ്ടിയാണ് ആമിന ഈ സ്ഥാപനം നിലകൊള്ളുന്നത്. ആ സന്തോഷ ജീവിതം നിങ്ങൾക്കിനി വീട്ടിൽ നിന്ന് ലഭിക്കും. ഇല്ല സൂപ്രണ്ടേ, ഇവിടുന്ന് വിട്ടാൽ ഞങ്ങൾക്ക് ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. മിസ്റ്റർ അൻവർ, ഇവരിപ്പോൾ ഇവിടുത്തെ അന്തേവാസികളല്ല. ഉപ്പയും ഉമ്മയും വിളിച്ചുകൊണ്ട് പോയിക്കോളൂ. വരും വെല്ലിമ്മ. നേരം കളയാടെ ചെല്ലും മുഹമ്മദ്. ഞങ്ങളെ പറഞ്ഞേക്കൂ സൂപ്രണ്ടേ. മോൾട്ടിയേ, ഞങ്ങളുടെ മോൾട്ടി ഇവിടെ വിട്ട് ഞങ്ങളെ പറഞ്ഞേക്കൂ സൂപ്രണ്ടേ. ഞങ്ങളുടെ മോൾട്ടില്ലാതെ ഞങ്ങൾക്ക്. മോളുട്ടിയെ പോലുള്ള അനാഥരെ സംരക്ഷിക്കാൻ തന്നെയാണ് ഈ സ്നേഹതീരം. ആ അനാഥ കുട്ടിയെ ഞങ്ങൾ വളർത്തി വലുതാക്കും. മോളുട്ടി അനാഥ കുട്ടിയല്ല, ഞങ്ങളുടെ പേരക്കുട്ടിയാ. ഞങ്ങള് പോയാൽ ഓൾക്ക് പോണോരൊക്കെ പോയിക്കോളി. ഈ കുട്ടീന്റെ പേരും പറഞ്ഞ് ഇവിടെ ആരും നിൽക്കണ്ട. ഈ കുട്ടീനെ ഞാൻ നോക്കിക്കോളാം. ഇവളിന് എന്റെ പേരക്കുട്ടിയാ. മോളെ, കണ്ടില്ലേ മുഹമ്മദ്, മോൾട്ടിക്ക് ഇവിടെ ഒരുപാട് വല്യമ്മമാരും വല്യപ്പന്മാരും വേറെയുണ്ട്. ഈ ഷാനിമോൾക്ക് നിങ്ങളല്ലേ ഉള്ളൂ. ഇനിയും ഈ സത്യം നിഷേധിച്ചാൽ അത് അള്ളാഹുവിനെ ധിക്കരിക്കലാവും. ആമിന, ബാ. അൻവറേ, പറയേ, എവിടേക്കാ ഞങ്ങൾ വരേണ്ടത്? വെല്ലിപ്പ വാ, ഷാനിമോളുടെ കൂടെ വാ. ഇത്തിരി ക്രൂരമായി പോയെന്നറിയാം, എന്നാലും അവരുടെ നന്മയ്ക്കത് അത്യാവശ്യമാണ്. മുഹമ്മദ് ഖാ, ഇടയ്ക്ക് വരണം. ചിലപ്പം വരുമ്പോഴത്തിന് ഞങ്ങളും പോയിട്ടുണ്ടാവും. മക്കള് വന്ന് കൂട്ടിക്കൊണ്ടുപോയിട്ടല്ല, ഇവിടെ സൂപ്പിക്ക പോയതുപോലെ.
വലിപ്പ പോകല്ലേ. ഇത് വല്യമ്മാക്കുള്ള മരുന്നാ. ഈ നീല ഡപ്പിയിലുള്ളത് വല്യപ്പാക്കും. രാവിലെയും രാത്രിയും മുടങ്ങാതെ കൊടുക്കണം. കഴിക്കാണ്ടിരിക്കാൻ പല കള്ളത്തരം കാണിക്കും. നിർബന്ധിച്ച് കഴിപ്പിക്കണം. ഇത്രയും കാലം ഞാനാ, ഇനി മോള് വേണം. ഈ കുട്ടീനെ പറ്റിക്കാൻ നോക്കരുതിട്ടോ. നല്ല കുട്ടികളായി മരുന്ന് കഴിക്കണം. പൈക്കോളി. എന്നെ പറ്റി വിഷമിക്കണ്ട. എനിക്കിവിടെ എല്ലാവരും ഉണ്ട്. ഈ മുത്തിനെ തനിച്ചാക്കിയിട്ട് പോലെ പോവാൻ പറ്റൂല. എന്നെ ഓൾക്കാനാവോ? ഓളുടെ മൂത്ത പേരക്കുട്ടീനെ എനിക്ക് വേണം, എന്റെ മോളായിട്ട്. ശാശ്വതമായൊരു സന്തോഷത്തിലേക്കാണ് ആ യാത്ര എന്നുറപ്പിക്കാൻ നിങ്ങൾക്കോ ഞങ്ങൾക്കോ ആകില്ല. ഒരുപക്ഷെ ഒറുവിൽ തറവാട്ടിൽ അവർക്ക് സന്തോഷകരമായൊരു ജീവിതം കാത്തിരിക്കുന്നുണ്ടാകാം. ചിലപ്പോൾ ഇനിയും അസ്വാരസ്യങ്ങൾ ഉടലെടുത്തേക്കാം. പിടികിട്ടാനാവാത്ത പലതും മനസ്സിലൊളിപ്പിക്കുന്ന മനുഷ്യനെന്ന ജീവിയെക്കുറിച്ച് നമുക്കൊന്നും തീർപ്പ് കൽപ്പിച്ചുകൂടാ. എങ്കിലും ഒന്നുറപ്പാണ്, അവർക്ക് പിറകിൽ ഒരു നനുത്ത സ്നേഹത്തിന്റെ ലോകത്തേക്ക് സ്വാഗതമോദി ഈ സ്നേഹതീരത്തിന്റെ വാതിലുകൾ തുറന്നു കിടക്കുന്നു.